പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആ കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് വിശ്വസ്തനാകുന്നു, അതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് മാറാത്ത ദൈവമാകുന്നു, അതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേപോലെ മറ്റാരുമില്ല. ആമേൻ. ആ നല്ല കർത്താവിനെ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് വിശ്വസ്തനായ ദൈവം, അങ്ങ് മാറാത്ത ദൈവം, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രസൻസിനായിട്ട് നന്ദി, അങ്ങയുടെ പ്രസൻസിനായിട്ട് നന്ദി, അങ്ങയുടെ പ്രസൻസിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് ആമേൻ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. അത്ഭുതങ്ങളുടെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി ഇന്നത്തെ ദിവസം നടത്തുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് അപ്പം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു കർത്താവെ, സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദങ്ങൾക്ക് ഞങ്ങളുടെ ജനതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളാണല്ലോ, അങ്ങയുടെ മക്കളെ അങ്ങ് മാനിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ മക്കളെ അങ്ങ് ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവിക ഉയർച്ച ലഭിക്കട്ടെ, ദൈവിക മാന്യതകൾ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വരട്ടെ, ദൈവിക മാന്യതകൾ ഇവരുടെ ജീവിതത്തിൽ വരട്ടെ. ആമേൻ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലിയിൽ ഇവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ, ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ. പിതാവേ, അങ്ങയുടെ പുത്രനാം യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂട്ടായിട്ടിരിക്കണം. രോഗികളായി ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ആമേൻ ആമേൻ. എല്ലാ വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പഠിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം അവരിൽ വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ പരിജ്ഞാനം അവരിൽ വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കൃപ അവരിൽ വെളിപ്പെടട്ടെ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളിലൊക്കെയും കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. നാളെ ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ മുന്നേറ്റം ദൈവസഭയ്ക്ക് കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവജനത്തെ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കുന്നതിനും സ്തോത്രം. അതുപോലെ കർത്താവ് ഇന്ന് പകൽ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ദൈവപ്രവൃത്തി നടക്കുന്നതിനായി സ്തോത്രം. ചില മിറക്കിൾസ് ഇന്ന് നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളുടെ മേൽ പുതിയ വഴികൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. മുമ്പിൽ നിൽക്കുന്ന ചില വേലികൾ, മതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞ് ഇവർ മുന്നേറുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവുക. വലിയ മിറക്കിൾസ് വിശ്വസിച്ചോണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ മിറക്കിൾസിനെ കർത്താവ് ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനയോടെ അത് വിശ്വാസത്തോടെ നിങ്ങൾ സ്വീകരിച്ചാൽ അത് അനുഗ്രഹമായി തീരും. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യമാണ്. അതിനകത്ത് പറയുന്നത്, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളേക്കായി വിചാരപ്പെടരുത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്ന അതാണ്, നാളേക്കായി വിചാരപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 5ഉം 6ഉം ഗിരിപ്രഭാഷണങ്ങളാണ്. 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ പിതാവിനെ ആശ്രയിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ ദിനം പ്രതിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അതിനകത്ത് ആകാശത്തിലെ പക്ഷികളെ നോക്കുവീൻ, വയലിലെ പൂക്കളെ നോക്കുവീൻ, അവയൊന്നും നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല, എന്നിട്ടും അവയെ കെയർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് ഇന്ന് പ്രഭാതി നമ്മളോടും പറയുക, നിങ്ങൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. പുതിയ നിയമത്തിൽ ആയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആമേൻ ആമേൻ. ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ ഈ പക്ഷികളെക്കാളും പൂക്കളെക്കാളും ഒക്കെ
ആമേൻ ആമേൻ ആമേൻ. സമാധാനം നമുക്കല്ലേ ഉണ്ടാകേണ്ടത്, സ്വസ്ഥത നമുക്കല്ലേ ഉണ്ടാകേണ്ടത്. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ആമേൻ, യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മളെ കരുതുന്നവൻ, നമ്മുടെ നല്ല ഇടയനായവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായവൻ, നമ്മുടെ സൗഖ്യദായകനായവൻ, അവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നാളേക്ക് വേണ്ടി എന്തിനാ ഭാരപ്പെടുന്നത്? നാളേക്ക് വേണ്ടി ഭാരപ്പെടേണ്ട ആവശ്യം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവൻ 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 ഈ യേശുവിനെ കുറിച്ച് കൊലോസ്യ ലേഖനം 1:17 പറയുന്ന, അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നവൻ. അപ്പം സകലത്തിനും മുമ്പേ ഉള്ളവൻ, സകലത്തിനും ആധാരമായവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്, യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ യേശു നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ നാളെ എന്തായിരിക്കും, എന്ത് ചെയ്യും എന്ന് വിചാരപ്പെടുമ്പോൾ യേശുവിന് എന്തൊരു വിഷമമായിരിക്കും. അത് തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ആമേൻ ആമേൻ. നാളെക്കുറിച്ചുള്ള വിചാരം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഫെയ്ഡാക്കി കളയും. ആമേൻ. യേശു നാളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്നും നാളെയും യേശു കണ്ടിരിക്കുന്നു. യേശുവിൻ്റെ പേരെന്തുവാ? ആൽഫയും ഒമേഗയും. ഇന്നും നാളെയും യേശു ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. മരുഭൂമിയിലായിരിക്കുന്ന പഴയ നിയമ മക്കളെ നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവം അവർക്ക് മന്ന കൊടുത്തു. ഒരു ദിവസം ഒരു പ്രാവശ്യം കൊടുത്തു. ആമേൻ. ചിലർ അവർ നാളത്തേക്കിനോടൊന്ന് കരുതി വെച്ചേക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? നാളെ രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ നാളത്തേക്കിന് എടുത്തു വെച്ചത് ആമേൻ പുഴുത്തുപോയി, അല്ലെങ്കിൽ സ്പോയിലായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവർക്ക് ദൈവം എന്താ ആഗ്രഹിച്ചത്? അവർ നാളെ രാവിലെയും ഓരോ ദിവസവും അതാത് ദിവസത്തിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കണമെന്നാണ് കർത്താവ് അതിൽ നിന്ന് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആമേൻ ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. ആമേൻ. മറിച്ച് നമ്മുടെ കഴിവിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ഇൻഫ്ലുവൻസുകളിലുമൊക്കെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാരങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് ഓവർകം ചെയ്യാൻ ഡെയിലി ട്രസ്റ്റ് ഇൻ ജീസസ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന യേശുവിൽ ട്രസ്റ്റ് ചെയ്യുക. ഒരു അപ്പൻ്റെ കൈ പിടിച്ച് ഒരു മകൻ പുറത്തോട്ട് പോകുമ്പോൾ ആ മകൻ്റെ മനസ്സ് മുഴുവൻ അപ്പനെയാണ് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൻ എന്നെ സൂക്ഷിച്ചോളും, അപ്പൻ എന്നെ സമയത്തിന് വാഹനത്തെ കയറ്റും, അപ്പൻ എനിക്ക് സമയത്തിന് ദാഹം തീർക്കാൻ ജ്യൂസ് മേടിച്ചു തരും, എനിക്ക് വിശന്നാൽ അപ്പൻ എനിക്ക് ആഹാരം മേടിച്ചു തരും. ആ കുഞ്ഞ് ഒരിക്കലും ഒന്നിനെക്കുറിച്ചും വറീഡായിട്ടല്ല പോകുന്നത്. അപ്പൻ്റെ കൈ പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞ് പോകുമ്പോൾ അവന് പൂർണ്ണ വിശ്വാസമാണ്, അപ്പൻ എന്നെ നടത്തിക്കോളും, അപ്പൻ എനിക്ക് വേണ്ടുന്നത് തരും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ അപ്പനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പനെ നമുക്ക് എത്ര അധികമായി ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലേ, അയ്യോ ആ ജോലി പോയി. ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, ഒരു ജോലി പോയി കഴിഞ്ഞപ്പോൾ എന്നും വൈകിട്ട് രാത്രിയിൽ നിന്ന് ചിന്തിക്കും, കർത്താവേ ഞാൻ എങ്ങനെ ജീവിക്കും, കർത്താവേ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കഴിയാതെ വന്നു. ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ വാക്യം മനസ്സിൽ വന്നത്, നാളെക്കുറിച്ച് വിചാരപ്പെടുന്നത്. ഉടനെ ആ സഹോദരി രാത്രിയിൽ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, ഇതുവരെ ഞാൻ വിചാരപ്പെട്ടു, ഇനി ഞാൻ വിചാരപ്പെടുന്നത് നിർത്തുക, ഇനി എനിക്ക് വിചാരപ്പെടാൻ പറ്റത്തില്ല. ആമേൻ. എൻ്റെ നാളുകളെ അങ്ങ് എടുത്തോളാൻ പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അവർക്കൊരു കോൾ വരികയാണ്, പോയ ജോലിയേക്കാളും ശ്രേഷ്ഠമായ ഒരു ജോലി അവരുടെ ജീവിതത്തിൽ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മിറക്കിൾസ് ഉണ്ടാകുന്നത്. എന്നാ ചെയ്യണം? ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസത്തെ കർത്താവിൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കണം. ആമേൻ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. അതാണ് സദൃശവാക്യത്തിൽ പറയുന്നില്ലേ, നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. ആമേൻ. എന്നിട്ട് ദൈവത്തിൻ്റെ കൃപ, എൻ്റെ മേലുള്ള ദൈവകൃപയ്ക്കായിട്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന് ആവശ്യമായ കൃപ ദൈവം നമുക്ക് ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. അത് സ്വീകരിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ലേ, നാം മുടിഞ്ഞു പോകാത്ത ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ ദിവസവും അത് പുതുക്കി തന്നുകൊണ്ടിരിക്കും. ആമേൻ. വിശ്വാസത്തെ സംസാരിക്കുക. ഏതിൻ്റെ മുകളിൽ? നമ്മുടെ മുമ്പിൽ വരുന്ന ഭയത്തിൻ്റെ മുകളിൽ വിശ്വാസം പറയുക. ആമേൻ. എൻ്റെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതനാണ് എന്ന് വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുക. എല്ലാത്തിലും ഉപരി കർത്താവിനെ ഒന്നാമതായി കാണുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഭാരങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടോ? നാളെക്കുറിച്ച് വിചാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തേ. പറ, കർത്താവേ, ഇനി ഞാൻ അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. എൻ്റെ ഭാവി അങ്ങയുടെ കയ്യിൽ സുരക്ഷിതമാകിയാൽ സ്തോത്രം. അങ്ങൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ തളരേണ്ട ആവശ്യമില്ല, ഞാൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാവി അങ്ങയുടെ കയ്യിൽ സുരക്ഷിതമാകിയാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേട്ട തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമായി തീരട്ടെ. ആകുലതകളും എല്ലാ ഭാരങ്ങളും ഭയങ്ങളും
യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. മക്കളെക്കുറിച്ചുള്ള ഭാരം, അയ്യോ അവരുടെ ഭാവി എന്തായിത്തീരും, നോ, ആമേൻ, അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആമേൻ, എല്ലാ ഫൈനാൻഷ്യൽ ബേർഡൻസും മാറിപ്പോട്ടെ. വലിയ ദൈവിക സമാധാനം ഇപ്പോൾ ഉണ്ടാകട്ടെ. അങ്ങ് പറഞ്ഞു നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. ഞങ്ങൾ വിചാരപ്പെടുന്നില്ല, അങ്ങയുടെ കൈ തരുന്നു. ഇന്നത്തേക്കിനുള്ളത് ഞങ്ങൾക്ക് കരുതിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഈ നല്ല വചനത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യണം. നാളെ വീണ്ടും പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയം വരെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കട്ടെ. ആമേൻ. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.